പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറായിട്ട്. അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം. ഈ പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വം. ഈ പ്രഭാതം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്ത് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന ഈ നല്ല സാവകാശം തക്കത്തിൽ ഉപയോഗിക്കാം. ദൈവത്തിന് നന്ദി പറയാം. അതിശയകരമായി നമ്മളെ പരിപാലിക്കുന്ന, അത്ഭുതകരമായി പരിപാലിക്കുന്ന ആ സ്നേഹത്തിന് മുൻപിൽ നമ്മളെ തന്നെ ഈ പ്രഭാതം ഒന്ന് സമർപ്പിക്കാം. കർത്താവ്, ഈ പ്രഭാതം ഞാൻ എഴുന്നേൽക്കുമ്പോൾ അങ്ങേക്ക് എന്നെ സമർപ്പിക്കുവാണ്. അങ്ങയുടെ വലിയ കൃപയാൽ എന്നെ നിറയ്ക്കണമേ. കർത്താവ്, അങ്ങയുടെ ഹിതങ്ങൾ എന്നിൽ നിറവേറ്റണം. അങ്ങയുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ചലിക്കുവാൻ എന്നെ അവിടുന്ന് ഒരു ഉപകരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കർത്താവെ സ്വത്രം മനസ്സുള്ളവനാക്കി എന്നെ തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും സമർപ്പിച്ചുകൊണ്ട് പറയാം, കർത്താവെ നിന്റെ ഹിതം എന്നിൽ നിറവേറ്റണമേ എന്ന് പറഞ്ഞ് സമർപ്പിക്കാം. കർത്താവെ, നീ ജയത്തോടെ ഞങ്ങളെ നിലനിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദയയാണ് കർത്താവെ ഞങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ കരുണയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. ഇൻ ജീസസ് നെയിം, ആമേൻ. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിൻ്റെ 12-ാമത് വാക്യം വായിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയും, അത് നിമിത്തമാണ് ഞാൻ ഇതൊക്കെയും സഹിക്കുന്നത്. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ ദേവദാസൻ പറയുന്നുണ്ട്. സ്തോത്രം. അവയൊക്കെയും സഹിക്കുകയാണ്. സ്തോത്രം. എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ രക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങി, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എരിവോടെ ഇറങ്ങി തിരിച്ച നാൾ മുതൽ തനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. തനിക്ക് ലാഭമെന്നുള്ളതെല്ലാം ഛേദമെന്ന് ഇറങ്ങി തിരിച്ച ആ ദൈവത്തിൻ്റെ ഭൃത്യൻ, സ്തോത്രം, തൻ്റെ ജീവിതയാത്രയിൽ സഹിക്കേണ്ടി വന്ന സകല കഷ്ടതകളിലും അപമാനങ്ങളിലും നിന്ദകളിലും ഒറ്റപ്പെടലുകളിലും ഒന്നും അദ്ദേഹം പതറുന്നില്ല. അദ്ദേഹം പറയാ, ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. നമ്മൾ ഒരിക്കലും നാം പിൻപറ്റിയ കർത്താവിൻ്റെ നാമനിമിത്തം ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും നാം ലജ്ജിക്കേണ്ട കാര്യമേ ഇല്ല. നാം ഒരു കാര്യത്തിൽ ഉറയ്ക്കണം, ഞാൻ കർത്താവിനെയാണ് പിൻപറ്റിയത്. ആ മുഖത്ത് നോക്കി ഇവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് ഇഹലോകത്തിലെ സാഹചര്യങ്ങൾ ആരൊക്കെ അപമാനിച്ചാലും തള്ളിക്കളഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും മുറിവേൽപ്പിച്ചാലും എന്തെല്ലാം വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തെല്ലാം നഷ്ടങ്ങൾ സഹിക്കേണ്ട വന്നെന്ന് പറഞ്ഞാലും ഒരു കാര്യത്തിൽ ഉറപ്പോടെ വിശ്വസിച്ചോണം, കർത്താവ് എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ അവങ്കിലേക്കാണ് നോക്കിയത്, എൻ്റെ മുഖം ലജ്ജിച്ചു പോകത്തില്ല, ഞാൻ പ്രകാശിച്ചിരിക്കും എന്ന് നിശ്ചയമായും ഉറച്ചിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയും, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ആരെയാ വിശ്വസിച്ചിരിക്കുന്നതിൽ നിന്ന് നാം ഒരു ഉറപ്പ് പ്രാപിക്കണം. സ്വതന്ത്രം രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദിയിലെ നല്ല ഉറപ്പ് വേണം. ഞങ്ങളുടെ പ്രസ്ഥാനത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്, ഞങ്ങൾ കൂടി വരുന്ന ഞങ്ങളുടെ സഭയിലോ ഞങ്ങളുടെ പാസ്റ്ററിലോ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ കെട്ടുറപ്പിലോ അല്ലെങ്കിൽ സെമിട്രി ഉണ്ടെന്ന് പറയുന്നതിലോ ഒന്നും അല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ജീവൻ്റെ ഉടയവനായിരിക്കുന്നവൻ, മരണത്തിൻ്റെയും ജീവൻ്റെയും താക്കോലുള്ളവൻ്റെ കയ്യിൽ, സ്തോത്രം, സർവ്വത്തിൻ്റെയും അധികാരിയായ സർവ്വശക്തനായ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായിരിക്കുന്ന ക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, എനിക്ക് പതറിപ്പോകേണ്ട കാര്യമില്ല. ഈ ഭൂമിയിലെ ജീവിതം അല്പകാലമാണെന്നും ഇതിനുശേഷം ഞാൻ ആ പിതാവിനോടൊപ്പമുള്ളൊരു വാഴ്ചയ്ക്ക് വേണ്ടി തയ്യാറാകുകയാണ്, ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. നമ്മൾ കർത്താവിനെ പിൻപറ്റിയവർക്ക് ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. എങ്ങനെയൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളും കോലാഹലങ്ങളും എന്തെല്ലാമൊക്കെ ചുറ്റുവട്ടങ്ങളിൽ ഉരുണ്ടുകൂടിയാലും, എന്തൊക്കെ എവിടെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, അടക്കങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാലും, അതിനുള്ളിലൊന്നും നിന്റെ അഡ്രസ്സ് തീരാൻ പോകുന്നതല്ല. നിന്റെ അഡ്രസ്സ് മാറി എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഒരു സ്വർഗീയമായ ഒരു അഡ്രസ്സ്, സ്വർഗീയ ഭവനക്കാരൻ എന്നുള്ള അഡ്രസ്സ്, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശി എന്നുള്ളൊരു അഡ്രസ്സ്, സ്വർഗ്ഗതലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പദവി, ഇതൊക്കെ പ്രാപിക്കപ്പെട്ട ദൈവവേദിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ലജ്ജിക്കേണ്ട വരുന്നില്ല. ഈ ലോകത്തിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അല്പമായി പറഞ്ഞെന്നോ സാരമില്ലെന്നോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ അതൊന്നും ഗണ്യമാക്കുകയേ ചെയ്യരുത്. കാരണം അവരാരുമല്ല നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന സർവ്വശക്തനായ നമ്മുടെ കർത്താവ്. അവൻ കരങ്ങളിൽ നാം സുരക്ഷിതരാണെന്ന് ഉറപ്പ് വരണം. പൗലോസ് അപ്പോസ്തലൻ നല്ല ബോധ്യമുണ്ട്, ഞാൻ ആരെയാണ് പിൻപറ്റിയത്, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, ഞാൻ ആരെ വിളിച്ചിറങ്ങിയിരിക്കുന്ന സർവ്വശക്തനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ, നീ ആരെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ പോലെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞതുപോലെ ആ ഒരു വെളിപ്പാടിനാൽ നിറയപ്പെട്ടവരായി നാം ദൈവമക്കളെ തീരണം. അപ്പോൾ നമുക്കറിയാം നാം വിശ്വസിക്കുന്നത് ആരാ? ദൈവപുത്രനായ ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സ്വതന്ത്രം, ഇഹലോകത്തിന്റെ കെട്ടുകാഴ്ചകൾക്കൊന്നും എന്നെ പട്ടടിയിലാക്കുവാൻ കഴിയത്തില്ല. സ്വതന്ത്രം, ഞാൻ ജയത്തോടെ തല ഉയർത്തി അഭിമാനത്തോടെ നടക്കും. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്നറിഞ്ഞിരിക്കുന്നു. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്നറിഞ്ഞു. അവൻ എൻ്റെ ഉപനിധിയാണ്. സ്തോത്രം. എൻ്റെ നിധിയാണ്. സ്തോത്രം. കർത്താവിൻ്റെ ഉപനിധിയാണ്. സ്തോത്രം. ആ കർത്താവ്
അന്ത്യത്തോളം എന്നെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു സർവ്വശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാനും നിങ്ങളും പിടിച്ചിരിക്കുന്നത്. അന്ത്യത്തോളം നമ്മളെ സൂക്ഷിക്കുവാൻ കഴിയുന്നൊരു ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് സ്തോത്രം, നിങ്ങൾക്കൊന്നിനെ പറ്റിയും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം, നാളെ എൻ്റെ ഭാവി എന്തായിത്തീരുമെന്നോ ഞാൻ വിശ്വസിച്ചത് എന്തായിത്തീരുമെന്നോ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇനി ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ കൂട്ടായ്മ കൂടെയില്ലെങ്കിലും, ഒരു സഭ നിൻ്റെ പിന്തുണയിലില്ലെങ്കിലും, ആരും നിന്നെ സഹായിപ്പാനോ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ആശ്വസിപ്പിക്കാനോ ഇല്ലെങ്കിലും, നീ ഓർത്തോണം, സ്വർഗം തുറന്ന് ഈ താഴ്ന്ന ലോകത്തേക്ക് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന എൻ്റെ തമ്പുരാൻ നിനക്ക് വേണ്ടി ആയിരിക്കുന്ന മുറിയിൽ ഇറങ്ങി വരും. നീ ആയിരിക്കുന്ന കണ്ണുനീരിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരും. നിന്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരും. അന്ത്യത്തോളം നിന്നെ സൂക്ഷിപ്പാൻ സങ്കീർത്തനകാരൻ പറയുന്നത്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കാതെ നിന്നെ സംരക്ഷിപ്പാൻ ആ സർവശക്തനായ ദൈവം നിനക്ക് കാവലും പരിചയമായി ഉണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ, അവൻ അന്ത്യത്തോളം എന്നെ പരിപാലിക്കുവാൻ ശക്തനെന്ന്, അവൻ്റെ ഉപനിധി, അവൻ ശക്തനെന്ന് ഞാൻ അറിയുന്നു. സ്വതം ഇന്ന് പകൽ നമുക്കും പറയുവാൻ കഴിയണം, കർത്താവേ, ഞാൻ അറിയുന്നു നീ സർവശക്തനാണ്, നീ അവസാനത്തോളം എന്നെ കാക്കുവാൻ പര്യാപ്തമാണെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ ഉറയ്ക്കുന്നു. അതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകുന്നില്ല എന്ന് ഉറപ്പ് പറയുവാൻ നമുക്കും കഴിയട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ ആ കാര്യത്തിൽ ഒരു ഉറപ്പ് ക്രിസ്തുവിൽ തരിക. നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. അവസാനത്തോളം നിങ്ങളെ സൂക്ഷിപ്പാൻ കർത്താവ് കൂടെയുണ്ട്. ഇന്ന് കാണുന്ന ചില സാഹചര്യങ്ങളെ ഒന്നും കണ്ട് പതറിപ്പോകണ്ട, വേദനിക്കൊന്നും വേണ്ട, കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ച് ധൈര്യത്തോടെ ഇരിക്കുക. കർത്താവ് നിങ്ങളെ സൂക്ഷിക്കുമെന്ന്. ആര് സഹായിച്ചില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് സഹായകനാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാൽ അവൻ്റെ വാക്കുകൾക്കോ വചനങ്ങൾക്കോ മാറ്റമില്ല. ആകയാൽ ആ നല്ല രക്ഷകൻ നിങ്ങളോടുകൂടി അവസാനത്തോളം ഉണ്ടാകും. സ്തോത്രം. അതുകൊണ്ട് അവൻ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പിതാവേ, ഞങ്ങൾ ദുരുസലിലേക്ക് അടുത്ത് വരുന്നു. എന്നെ കാണുന്ന പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ പ്രഭാതം അനുഗ്രഹമായി തീരട്ടെ, ഐശ്വര്യ സമ്പൂർണ്ണമായി തീരട്ടെ. കൃപയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാ മുറിവുകളും കർത്താവെ, എല്ലാ ഭാരങ്ങളും അലിഞ്ഞു മാറട്ടെ. കർത്താവെ, സ്തോത്രം. ലജ്ജിപ്പാൻ വകയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവെ, ശത്രുവിൻ്റെ കെണികളിലും ശത്രുവിൻ്റെ കർത്താവെ പാഴ്വാക്കുകളിലും കുടുങ്ങിപ്പോകാതെ, കർത്താവിൻ്റെ ഗർജനങ്ങളിൽ ഭയപ്പെടാതെ, സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി കർത്താവെ ബലത്തോടെ നിൽപ്പാൻ കൃപ കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവർക്ക് തിരുവചനം പൗലോസ് അപ്പോസ്തലനുടെ കേട്ട്, അവൻ എൻ്റെ ഉപനിധി, അന്ത്യത്തോളം എന്നെ സൂക്ഷിക്കുവാൻ ശക്തനെന്ന കർത്താവെ ഓരോരുത്തരെയും ഹൃദയങ്ങളോട് ആത്മാവെന്ന് പകൽ സംസാരിക്കട്ടെ. കർത്താവെ, ഞാൻ സുരക്ഷിതയല്ല എന്നുള്ള തോന്നലുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. എനിക്കൊരു സംരക്ഷണമില്ലെന്നുള്ള മാറട്ടെ. ഞാൻ ഏകയാണെന്നുള്ളത് മാറട്ടെ. എനിക്ക് ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ അനാഥമായി പോയെന്നുള്ളത് മാറട്ടെ. കർത്താവെ, സൂക്ഷിപ്പാൻ ശക്തനായവൻ കൂടെയുണ്ടെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടാകട്ടെ. കർത്താവെ, ലജ്ജിച്ചു പോകുവാനിടവരാതെ വണ്ണം അവൻ എന്നെ നടത്തുമെന്നുള്ള ബോധ്യമുണ്ടാകട്ടെ. ആ രോഗശയ്യയിൽ ലജ്ജിക്കുവാനിടവരരുത്. ആ സാമ്പത്തിക തകർച്ചയിൽ ലജ്ജിക്കുവാനിടവരരുത്. ആ കുടുംബ പ്രശ്നത്തിൽ ലജ്ജിക്കുവാനിടയായി പോകരുത്. കർത്താവേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത് ലജ്ജിക്കുവാനിടയാകരുത്. ജോലി സ്ഥലത്ത് ലജ്ജിക്കുവാനിടയാകരുത്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കുക. കൃപയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പിതാവ്, ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം ക്രിസ്തു യേശുവിലൂടെ ധന്യമായൊരു ദിനമായി നിങ്ങളുടെ ജീവിതം തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു. ടിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യാം, സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ, 24 hours നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ട് നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാൻ കർത്താവ് കൃപ നൽകും. വൺസ് അഗൈൻ, ലവ് യു.